ഞങ്ങൾ എറണാകുളത്ത് പോവായിരുന്നു. അപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കടയിൽ നിർത്തി. അപ്പോൾ ഞാൻ ഈ വെട്ടി കേക്കില്ലേ അതായിരുന്നു കഴിച്ചത്. ബാക്കി എല്ലാവരും പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ല പൊറോട്ടയായിരുന്നു. ഇഷ്ടമായി. പിന്നെ എനിക്കിങ്ങനെ ഹെവി ഫുഡ് കഴിക്കാൻ തോന്നാത്ത കാരണമാണ് ഞാനങ്ങനെ കഴിക്കാണ്ട് വിട്ടത്. പിന്നെ ചായയും വേറെ ആരുടെയുമാണ് ഞാൻ ചുമ്മാ ഒന്ന് കുടിച്ച് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഓംപ്ലേറ്റ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും വൺ സൈഡാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ ഡബിൾ സൈഡ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. ഞാൻ അത് തന്നെ കഴിച്ചു. കാരണം ഇവരുടെ കൂടെ ഇരുന്ന് കഴിച്ച് ഞാനത് യൂസ്ഡായി. ചിന്നു എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എറണാകുളത്തുള്ള കടപ്പറ്റൂർ എന്ന് പറഞ്ഞൊരു മഹാദേവ ടെമ്പിളിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരും പോയി നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു അവിടുത്തെ നാരങ്ങ വെള്ളം നല്ലതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി മേടിച്ച് തന്നു. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ആ ഒരു നാരങ്ങ വെള്ളം കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമായിട്ട് തോന്നി. പിന്നെ എറണാകുളത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയത്തോട്ട് പോയേ. കോട്ടയം എത്തിയപ്പോഴത്തേനും നല്ല ചൂട് കടികൾ ഉണ്ടാക്കുന്ന കടയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിച്ചു. ഉഴുന്നുവടയും പിന്നെ ഉള്ളിവടയും ഒക്കെ ആയിരുന്നു ഞാൻ ആദ്യം കഴിച്ചത്. ഉള്ളിവടയിൽ കണ്ട ഉഴുന്നുവടയുടെ കണക്കിങ്ങനെ ഹോളൊക്കെ ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ ആരോ ഒരാൾ മുട്ട ബജിയില്ലേ അത് മേടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അതുകൂടെ കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 2 ബൈറ്റൊക്കെ ഞാൻ എടുത്തു. ഇതിൻ്റെ കൂടെ ഒരു 2 ടൈപ്പ് ചട്നിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഓറഞ്ച് കളറും പിന്നെ ഒരു ഡാർക്ക് കളർ റെഡും. പിന്നെ ഞാൻ PC ജോസ് സാറിൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നേ. എൻ്റെ ആങ്കറിങ് കരിയറിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നത് പുള്ളിക്കാരനുമായിട്ടാണ്. ഞാനിപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് അല്ല, ചെറിയ കോൺഫിഡൻസോടെയെങ്കിലും ആരുടെത്തെങ്കിലും ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ പുള്ളിക്കാരന് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴത്തേനും എന്നെ അത്രയും കംഫർട്ടബിളായിട്ട് നിർത്തി. അതായത് 300 വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ ക്രിസ്ത്യൻ പീഡനം നടന്നപ്പം പ്രത്യക്ഷപ്പെട്ട് ദുർഗനെയെല്ലാം വെട്ടിക്കൊന്നിച്ചു പോയ ആളാണ്. പിന്നെ ജേക്കബ് പുണ്യാളൻ. ആ ജേക്കബ് പുണ്യാളൻ്റെ കുരിശാണ്. ക്രിസ്ത്യാനിയാണോ? എന്നാ എല്ലാവർക്കും എന്നാ പിന്നെ വേണോ ഇനി വീട്ടിലെത്ര ഞാൻ വെറുതെ ഒന്ന് പുള്ളിയെ കാണാൻ വേണ്ടി പോയതാണ്. കുറേ നാളായി കണ്ടിട്ട്. പിന്നെ ഞങ്ങളൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ഒരു ഫൺ ഇൻ്റർവ്യൂ. പിന്നെ ജേക്കബ് പുണ്യാളൻ്റെ കുറച്ച് കുരിശും എനിക്ക് കൊന്തയും ഒക്കെ തന്നിട്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്.